ഷലോം ആൻഡ് ബ്ലെസ്സിങ്സ് എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഹീബ്രു ലെറ്റേഴ്സിലെ 10ാമത്തെ അക്ഷരമായ യോദ് എന്ന അക്ഷരത്തെക്കുറിച്ചാണ്. യോദ് കാണാൻ ചെറുതായിട്ടാണെങ്കിലും അതിശയകരമായ അർത്ഥവും ദൈവികതയും നിറഞ്ഞതാണ് ഈ അക്ഷരം. ദൈവത്തിൻ്റെ കൈയെ പ്രതിനിധീകരിക്കുന്നതായും അറിയപ്പെടുന്നു. ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഏറ്റവും ചെറുതുമാണ് ഈ അക്ഷരം. ഇതിൻ്റെ ആകൃതിയും എവിടെ നിന്നാണ് ഇത് വന്നത്, എങ്ങനെ മറ്റു ഭാഷകളെ സ്വാധീനിച്ചു എല്ലാം ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. കൈവിരൽ ജോലി, കർമ്മം, ആരാധന എന്നിവയൊക്കെയാണ് ഹീബ്രു അക്ഷരങ്ങളിൽ ഏറ്റവും ചെറുതും എന്നാൽ ഏറ്റവും ശക്തവുമായ യോദ് എന്ന അക്ഷരത്തിൻ്റെ അർത്ഥങ്ങൾ. കർമ്മവും അധ്വാനവും ആരാധനയും, ഓൾ റിക്വയർ ദ ഹാൻഡ്. അതുകൊണ്ട് തന്നെ കൈയുടേതായ പ്രവർത്തനം അല്ലെങ്കിൽ കൈയുടെ ചലനങ്ങൾ എന്ന് ഈ അക്ഷരത്തെ സൂചിപ്പിക്കുന്നു. വർക്ക്, വർക്ക്ഷിപ്പ്, ഗീവ് എല്ലാം യോദിൻ്റെ അർത്ഥത്തോട് ബന്ധമുള്ള ക്രിയകളാണ്. യോദ് എന്ന അക്ഷരം കൈയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. അതിലൂടെ ജോലി, അർപ്പണം, സൃഷ്ടി, നൽകൽ, ദൈവത്തോട് അടുക്കൽ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുമെല്ലാം കടന്നു പോകുന്നു. ചെറുതായെങ്കിലും അതിൻ്റെ ഉള്ളടക്കം ആഴമേറിയതാണ്. ആദ്യകാലത്ത് ഹീബ്രുവിൽ യോദ് എന്ന അക്ഷരം കൈ നീട്ടിയുള്ള അല്ലെങ്കിൽ ഒരു കൈയുടെ രൂപത്തിൽ പോലെയുള്ളതായിരുന്നു. പിന്നീട് ഇരട്ട വളവുള്ള കൂടുതൽ ചലനാത്മകമായോ അല്ലെങ്കിൽ വൈകൃതയുള്ളതുമായിട്ടുള്ള ആകൃതിയിലായിരുന്നു. പിന്നീട് ലേറ്റ് ഹീബ്രുവിലേക്ക് വരുമ്പോൾ ചെറുതും കൂർത്തതുമായ ലിപി ശൈലിയാണ്. അത് വളരെ ലളിതമായിട്ടാണ് ആ ഒരു രൂപം സ്വീകരിച്ചത്. മോഡേൺ ഹീബ്രുവിൽ, അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു ചെറിയ വളഞ്ഞ കോമ പോലെ തോന്നിക്കുന്ന ഒരു അടയാളമായി മാറി. അക്ഷരമാലയിൽ ഏറ്റവും ചെറുത് ആണ് ഈ അക്ഷരം. എന്നാൽ അതിൻ്റെ അർത്ഥം വളരെ ശക്തിയുള്ളതായിട്ടാണ്. യോദ് എന്ന അക്ഷരം ഒരു ചെറിയ കൈയുടെ ചലനം പോലെ പല ഘട്ടങ്ങളിലൂടെ മാറി മാറി രൂപം കൈക്കൊണ്ടു. ഇത് മനുഷ്യൻ്റെ പ്രവർത്തനശേഷിയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഹീബ്രു ലിപിയിൽ ഇത് ഏറ്റവും കൂടുതൽ അധികമായി കാണപ്പെടുന്ന അക്ഷരമാണ് യോദ്. യോദ് ഏറ്റവും ചെറുതായിട്ടുള്ള ഹീബ്രു അക്ഷരമാണെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പവിത്രതയും ദൈവികതയും അത്യന്തം വലുതാണ്. യഹൂദ മതത്തിൽ യോദ് വളരെ പ്രധാനപ്പെട്ട അക്ഷരമാണ്. യോദ് എന്നത് കൈ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹീബ്രു ഭാഷയിൽ ഇത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഇടപെടുന്നു എന്ന ആശയം ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അക്ഷരം മറ്റുള്ള ഹീബ്രു അക്ഷരങ്ങളെപ്പോലെ വെളിയിലോ മധ്യത്തിലോ അല്ല, മുകളിലാണ് കാണപ്പെടുന്നത്. അതായത് അത് ഉയർന്ന സ്ഥാനം മാത്രമേ സ്വീകരിക്കൂ. ബൈബിളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അക്ഷരമാണ് യോദ്. ഹീബ്രുവിൽ ദൈവത്തിൻ്റെ തിരുനാമമാണ് യോദ് ഹേ വവ്ഹേ. ഈ 4 അക്ഷരങ്ങളും ചേർന്ന് യാഹ്വേ എന്ന തിരുനാമം ഉണ്ടാകുകയാണ്. ഈ 4ലും ആദ്യമായിട്ട് എഴുതുന്ന അക്ഷരമാണ് യോദ്. യോദ് എന്ന അക്ഷരം ഹീബ്രുവിൽ ചരിത്രപരമായി പല ഭാഷകളിലും സംസ്കാരങ്ങളിലൊക്കെ വഴി മാറ്റപ്പെടുകയും വളരുകയും ചെയ്തു. ഹീബ്രുവിലെ യോദ് എന്ന് അറിയപ്പെടുന്ന ഈ അക്ഷരം പിന്നീട് ഗ്രീക്ക് ഭാഷയിലേക്ക് വന്നപ്പോൾ അയോട്ട എന്നതായി മാറി. പിന്നീട് അയോട്ട എന്നതിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ചെറിയ ആൽഫബറ്റ് സ്മോൾ ലെറ്റർ ഐ അക്ഷരത്തിൻ്റെ രൂപപ്പെടുന്നത്. അതായത് ഇന്ന് നമ്മൾ എഴുതുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ് സ്മോൾ ലെറ്റർ ഐ ഹീബ്രുവിലെ യോദിൽ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയിൽ യോദ് എന്ന അക്ഷരം ഒരു ചെറിയൊരു അക്ഷരമാണ്, എന്നാൽ വളരെ വലിയ അർത്ഥമാണ് ഈ അക്ഷരം. വളരെ പ്രാധാന്യം ഉള്ള ഒരു അക്ഷരമാണ് യോദ്. ദൈവത്തിൻ്റെ കൈ, ദൈവിക ശക്തി എന്നിങ്ങനെയുള്ള ആഴമുള്ള അർത്ഥങ്ങളാണ് ഈ അക്ഷരത്തിനുള്ളത്. ഇങ്ങനെ ഓരോ അക്ഷരത്തിനും അതീവ ദൈവികതയും അതിൽ ഓരോ സന്ദേശങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ഷലോം. താങ്ക്സ് ഫോർ വാച്ചിങ്.